അമേരിക്കയില് ജോ ബൈഡൻ ഇനി അധികാരത്തിൽ നിന്ന് ഇറങ്ങാനായിട്ട് 15-16 ദിവസം മാത്രമേ ബാക്കിയുള്ളൂ. അതിനിടയിൽ വളരെ ഗൗരവമായ ചർച്ചകളാണ് ഇവിടെ പല മേഖലകളിൽ നടത്തുന്നത് ഭരണവുമായി ബന്ധപ്പെട്ട്. ഇതിന് ലെയിം ഡക്ക് സെക്ഷൻ എന്നാണ് പറയാ. പ്രസിഡന്റ് ഒരു ലോ പ്രൊഫൈൽ ആയിട്ട് ഇരിക്കേണ്ട സമയമാണ്. അധികാരങ്ങളൊന്നും വിനിയോഗിക്കാൻ പാടില്ല. കാരണം അടുത്ത പ്രസിഡന്റിന് അധികാരം കൈമാറേണ്ട അവസരമാണ് ഇപ്പോൾ അമേരിക്കയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. കാരണം ജനുവരി 20 ട്രംപ് അധികാരത്തിൽ സത്യപ്രതിജ്ഞ ചെയ്ത് ഇനോഗ്രേഷൻ ജനുവരി 20 ഈ അവസരത്തിലാണ് നമ്മൾ നേരത്തെ നമ്മളൊക്കെ മുമ്പ് കേട്ടിട്ടുള്ള പോലെ പെര കത്തുമ്മ വാഴ നട, ആ പരിപാടിയാണ് ഇറാൻ ഇപ്പോ നടത്തിക്കൊണ്ടിരിക്കുന്നത്. കാരണം ഈ അധികാര കൈമാറ്റത്തിന്റെ സമയത്ത് ട്രംപ് അധികാരത്തിൽ കേറാൻ ഇരിക്കുന്ന ഈ സാഹചര്യത്തില് ഒന്നും സംഭവിക്കില്ല എന്നുള്ളൊരു വിശ്വാസത്തില് അവിടെ യുറേനിയം എൻറിച്ച് ചെയ്യുന്നു. അതായത് ഒരു അണുവായുധം നിർമ്മിക്കുന്നതിന് വേണ്ടിയുള്ള യുറേനിയം ഇറാൻ നിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് വളരെ ഭയാനകമായിട്ടൊരു സ്ഥിതിവിശേഷമാണ്. എല്ലാവരും അതിനെപ്പറ്റി ആശങ്ക പ്രകടിപ്പിച്ചിട്ടുണ്ട്. ഒരു 4 ന്യൂക്ലിയർ ബോംബോളം ഉണ്ടാക്കുന്നതിനുള്ള യുറേനിയം ഇറാന്റെ പക്കൽ ഇപ്പോൾ തന്നെ ഉണ്ട് എന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. അങ്ങനെ ഒരു സാഹചര്യത്തിൽ ബൈഡനോട് അടുത്ത വൃത്തങ്ങള് അദ്ദേഹത്തിന് ഉപദേശം നൽകിയിരിക്കുന്നത് അത് നശിപ്പിക്കാനായിട്ട് ഒരു ബോംബിടുക എന്നാണ്. പ്രത്യേകിച്ച് NSA, നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസർ, അതും അല്ലെങ്കിൽ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അമേരിക്കയുടെ ജേക്ക് സുള്ളിവാൻ, അദ്ദേഹം പറഞ്ഞിരിക്കുകയാണ് ഇതാണ് അനുയോജ്യമായ സമയം. ഇറാന്റെ ന്യൂക്ലിയർ അണുവായുധം ഉണ്ടാക്കുന്ന മോഹങ്ങളെ തകർക്കുന്നതിനുള്ള ഏറ്റവും ഉചിതമായ സമയമാണ്. ഇറാന്റെ ന്യൂക്ലിയർ മോഹങ്ങളെ തല്ലി തകർക്കുന്നതിനുള്ള ഏറ്റവും ഉചിതമായ സമയമാണ് ഇത്. കാരണം ഇറാനെ സഹായിക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ആ സഹായം പ്രതീക്ഷിക്കേണ്ടത് റഷ്യയുടെ പുടിനിൽ നിന്നാണ്. പുടിനെ പൂട്ടിക്കെട്ടിവെച്ചിരിക്കുകയാണ്. അതാണ് പുടിന്റെ അവസ്ഥ. ഒപ്പം തന്നെ സിറിയയിലെ ബാഷർ അൽ അസദ് ഓടിപ്പോയിരിക്കുകയാണ് മോസ്കോയിലേക്ക്. അതുമായിട്ട് ബന്ധപ്പെട്ടും കുറെ കഥകള് അവിടെ റഷ്യയിൽ നടക്കുന്നു. അപ്പൊ ഈ ഒരു അവസരത്തിൽ ഇറാന്റെ കയ്യിൽ പ്രോക്സികളില്ല. തിരിച്ചടിക്കണമെങ്കിൽ ഹൂത്തികളെയോ ഹമാസിനെയോ ഹെസ്ബുള്ളയോ ഉപയോഗിച്ച് തിരിച്ചടിക്കാനും സാധിക്കില്ല. ഇറാനും അതിനുള്ള കേപ്പബിലിറ്റി ഇല്ല. നമുക്കറിയാം ഒക്ടോബറിൽ ഇസ്രായേല് ഇറാനെ അടിക്കുന്ന വേളയില് പാർച്ചിൻ എന്നൊരു മിലിറ്ററി ബേസ്, ഇറാന്റെ പാർച്ചിൻ എന്ന മിലിറ്ററി ബേസിലാണ് ഇറാൻ പോയിട്ട് വളരെ സാങ്കേതികമായിട്ടുള്ള ഇസ്രായേൽ പോയിട്ട് ഇറാന്റെ കുറെ സാങ്കേതിക വിദ്യകളും ഈ അണുവായുധം നിർമ്മിക്കാനുള്ള സാങ്കേതിക വിദ്യകള് നശിപ്പിച്ചു ഒക്ടോബറിൽ. അപ്പൊ അവർക്ക് ഇത് നിർമ്മിക്കുന്നതിന് പരിമിതികളുണ്ട്. എന്നിരുന്നാലും ഈ അവസരത്തിൽ കൂടി അവര് 90% ശുദ്ധിയോട് കൂടിയിട്ട് യുറേനിയം എൻറിച്ച് ചെയ്തു. അത് മുൻകാലങ്ങളിൽ അത് 60% അത് 90% പ്യൂരിറ്റിയോട് കൂടിയിട്ട് യുറേനിയം എൻറിച്ച് ചെയ്തിരിക്കുന്നു ഇറാൻ. 4 ബോംബ് ഉണ്ടാക്കാം. നേരത്തെ സൂചിപ്പിച്ച പോലെ ഈ അവസരം മുതലാക്കാണ് അമേരിക്കയിലെ അധികാര കൈമാറ്റത്തിന്റെ ആ ഒരു അവസരം മുതലെടുത്താണ് ഇറാൻ ഈ അവസരത്തിൽ ഇങ്ങനെ ഒരു ഉദ്യമത്തിന് തയ്യാറെടുത്തിരിക്കുന്നത്. ഒരു പക്ഷേ ജോ ബൈഡൻ ഈ അടുത്ത 15 ദിവസം അധികാരം കയ്യിലിരിക്കുമ്പോൾ ഒരു നോട്ടീസ്, ഒരു യെസ് മൂളിയാല് ഇറാന്റെ എന്നേക്കുമായിട്ടുള്ള അണുവായുധത്തിന് ഉണ്ടാക്കുന്നതിനുള്ള മോഹം തല്ലി തകർക്കപ്പെട്ടേക്കാം. ഇതിന് ഒരു വിമുഖത ജോ ബൈഡൻ തന്നെയാണ് പ്രകടിപ്പിച്ചിരിക്കുന്നത്. പക്ഷെ ജോ ബൈഡൻ ചുറ്റുമുള്ള മിലിറ്ററി അഡ്വൈസേഴ്സ്, പ്രത്യേകിച്ച് NSA ജേക്ക് സുള്ളിവാൻ എന്ന ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് പറഞ്ഞിരിക്കുന്നത് ഇതാണ് അനുയോജ്യമായ സമയം. അപ്പൊ നമുക്ക് ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ ഒരു പക്ഷേ ഇറാന്റെ ആണവായുധ ശക്തിയെ അമേരിക്കയും ഇസ്രായേലും ചേർന്ന് നശിപ്പിക്കുകയാണെങ്കിൽ അതിൽ അത്ഭുതപ്പെടേണ്ടതില്ല. അത് ഒരു പക്ഷേ നമ്മൾക്കൊരു സർപ്രൈസ് പോലെ അങ്ങനെ ഒരു സംഭവം സംഭവിച്ചേക്കാം. ഒപ്പം തന്നെ നമുക്ക് വിദേശകാര്യം എടുക്കുമ്പോൾ നമുക്ക് സാധിക്കുന്നത് സിറിയയില് അധികാര കൈമാറ്റം സംഭവിച്ചു. ബാഷർ അൽ അസദ് മോസ്കോയില് അഭയം തേടി. മോസ്കോയില് എത്തിയതിന് ശേഷം അദ്ദേഹത്തിന്റെ ഭാര്യ
ഒരു ലണ്ടൻകാരിയാണ്, UK നിന്നുള്ള ആണ് അദ്ദേഹത്തിന്റെ ഭാര്യ വിവാഹമോചനം ആവശ്യപ്പെട്ടിരിക്കുന്നു, ഡിവോഴ്സ് വേണമെന്ന് ആവശ്യപ്പെട്ടിരിക്കുന്നു. തന്നെയുമല്ല അവിടെ നിന്നും വളരെ സംശയാസ്പദമായ രീതിയിലുള്ള വാർത്തകളാണ് വരുന്നത്. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ അദ്ദേഹത്തിന് വിഷം കൊടുത്ത് കൊല്ലാനായിട്ട് ഒരു ശ്രമം നടന്നു, ബാഷർ അൽ അസദിനെ. ഇതിന്റെ പിന്നാമ്പുറ കഥകളിൽ നമുക്ക് അറിയാൻ സാധിക്കുന്നത് പുടിൻ ഇതുവരെ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഇതുവരെ ബാഷർ അൽ അസദിനെ സന്ദർശിച്ചിട്ടില്ല. അദ്ദേഹം അഭയം തേടി വന്നത് മോസ്കോയിലാണെങ്കിലും പുടിനുമായിട്ടൊരു ഈ മീറ്റിംഗ് നടന്നിട്ടില്ല. പല വൃത്തങ്ങളിൽ നിന്ന് നമുക്ക് അറിയാൻ സാധിക്കുന്നത് പുടിൻ തന്നെയാണോ ഇദ്ദേഹത്തെ ബാഷർ അൽ അസദിനെ വകവരുത്താൻ വിഷം കൊടുത്ത് കൊന്നതെന്ന് പോലും സംശയങ്ങൾ രേഖപ്പെടുത്തുന്നുണ്ട്. അങ്ങനെ ഒരു ഇത് എന്തിനു വേണ്ടിയാണെന്ന് പറയുന്നില്ല. പക്ഷെ പുടിൻ ബാഷർ അൽ അസദിനെ കൊന്നുകളയാൻ തീരുമാനമെടുത്തുമോ? കാരണം പറയുന്നത് പുടിൻ മുമ്പ് തന്നെ ബാഷർ അൽ അസദിനോട് പറഞ്ഞിരുന്നു സിറിയയിൽ വ്യക്തമായ ആർമീനെ ഡെവലപ്പ് ചെയ്യണം, അവിടെ ആർമിയെയും. കാരണം പുടിൻ തന്നെ സ്വന്തം പ്രയത്നത്താലാണ് അവിടെ ഒരു എയർഫോഴ്സ് ബേസും പിന്നെ പുടിന്റെ മിലിറ്ററി എക്യുപ്മെന്റ്സ് ഒക്കെ അവിടെ സ്റ്റേഷൻ ചെയ്തിരുന്നു, ഒരു നേവൽ ബേസും ഒപ്പം തന്നെ ആർമിയൊക്കെ അവിടെ ബാഷർ അൽ അസദിനെ രക്ഷിക്കുന്നതിന് വേണ്ടി. ആ അവസരത്തിൽ പുടിൻ ബാഷർ അൽ അസദിനോട് അഭ്യർത്ഥിച്ചു എന്നാണ് പറയുന്നത്, അവിടെ ആർമിയെ ഡെവലപ്പ് ചെയ്യണം, നല്ലൊരു പ്രൊഫഷണൽ ആർമിയെ ഡെവലപ്പ് ചെയ്താലാ ബാഷർ അൽ അസദിന് നിലനിൽപ്പുള്ളൂ എന്നുള്ളത്. അത് ബാഷർ അൽ അസദിന് അതിന് കൂട്ടാക്കിയില്ല. ഇക്കാരണത്താലൊക്കെ പുടിനും ബാഷർ അൽ അസദും തമ്മിലുള്ള ഒരു വ്യക്തിബന്ധത്തിൽ ഉലച്ചിൽ സംഭവിച്ചിരിക്കുന്നുണ്ട്. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ അദ്ദേഹത്തിന് വിഷം കൊടുത്തിരിക്കുന്നു, അദ്ദേഹം ആശുപത്രിയിൽ അഡ്മിറ്റായി, എന്നാൽ അപകട നില തരണം ചെയ്തിരിക്കുന്നു എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ഇത്തരത്തിലുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത്. അപ്പോൾ നമുക്ക് കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ അറിയാം, കാരണം 15 ദിവസത്തിനുള്ളിൽ ഇത് ജോ ബൈഡൻ അധികാരത്തിൽ നിന്ന് ഇറങ്ങി പോകും. അതിനു മുമ്പ് ഇറാനെ ആക്രമിക്കുമോ എന്നുള്ളതാണ് നമുക്ക് നോക്കി കാണേണ്ടത്.